ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. വേദപുസ്തകത്തിലെ വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ വാക്യം ഒന്നുകൂടെ നാം വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ചിന്തിച്ചാൽ, മനുഷ്യന് ഭാവി ഉണ്ടായത് എന്തെങ്കിലും അത്ഭുത പ്രവൃത്തി കൊണ്ടല്ല. മനുഷ്യന് ഭാവി ഉണ്ടായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മൂലമാണ്. കർത്താവായ യേശുവിൻ്റെ ക്രൂശുമരണം ഒഴിച്ച് ബാക്കി എല്ലാ അത്ഭുതങ്ങളും കർത്താവ് പ്രവർത്തിച്ചാലും മനുഷ്യന് ഭാവി ഉണ്ടാകുമായിരുന്നില്ല. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിലെ 2-3 വാക്യങ്ങൾ വായിക്കാം. 17-ാമത്തെ വാക്യം വായിക്കാം ആദ്യം. അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്നു പേരുള്ള തലയോടിരുന്ന സ്ഥലത്തേക്ക് പോയി. 34-ാമത്തെ വാക്യം. എങ്കിലും പടയാളിയിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന് വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. എൻ്റെ 41-ഉം 42-ഉം വാക്യം വായിക്കാം. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാർ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ ക്രൂശുമരണം നടന്ന ആ ദിവസം ഉണ്ടായ സംഭവങ്ങളാണ് നാം ഇവിടെയെല്ലാം വായിച്ചു കേട്ടത്. പക്ഷേ ആരാണ് ആ മരക്കുരിശ് ഉണ്ടാക്കിയത്? ഏത് മരം കൊണ്ടാണ് ആ മരക്കുരിശ് ഉണ്ടാക്കിയത്? അതിൻ്റെ അളവെന്താണ്? അതൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കർത്താവായ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയ പട്ടാളക്കാരനാരാണ്? അവൻ്റെ ജാതി ഏതാണ്? അതൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കർത്താവായ യേശുവിനെ അടിച്ച ആണിയുടെ നീളം എത്രയാണ്? കർത്താവായ യേശുവിൻ്റെ മുഖത്ത് തുപ്പിയതാരാണ്? അഥവാ മൃതശരീരത്തിൻ്റെ അളവെത്രയാണ്? മൃതശരീരത്തിൻ്റെ അളവെന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ ഇൻക്വസ്റ്റ്. അതൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. യേശു കുരിശിൽ മരിച്ച സമയം പോലും കൃത്യമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കർത്താവായ യേശുവിനെ അടക്കിയ സ്ഥലം, അവൻ്റെ ക്രൂശുമരണം നടന്ന സ്ഥലത്തിന് സമീപമാകൊണ്ട് അവിടെ അടുത്തുള്ളതായ ഒരു കല്ലറയിൽ യേശുവിനെ അടക്കി എന്നാണ് നാം വായിച്ചു കേട്ടത്. കർത്താവായ യേശുവിനെ അടക്കിയപ്പോൾ കിഴക്കോട്ട് തിരിച്ചാണോ തല വെച്ചിരുന്നത്, അതോ വേറെ ഏത് ദിശയിലേക്കാണ് തിരിച്ചു വെച്ചിരുന്നത്? ഇതൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എബ്രഹാം ലിങ്കൺ, അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ചു. ജോൺ എഫ് കെന്നഡി മരിച്ചു. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി മരിച്ചു. ഇവരെല്ലാം കൊല്ലപ്പെട്ടത് കൃത്യസമയമുണ്ടായിരുന്നു. കൃത്യമായിട്ട് മണിക്കൂറ് മിനിറ്റ് സഹിതം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നും അവൈലബിളാണ്. പക്ഷേ കർത്താവായ യേശുവിനെക്കുറിച്ച് എല്ലാം വിശദമായി പറയുന്ന വേദപുസ്തകത്തിൽ ഈ വക രഹസ്യങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. കർത്താവായ യേശുവിനെ ക്രൂശിച്ച ആ മരം ഏതായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ആ മരം വെച്ചുപിടിപ്പിക്കാനും അത് വെട്ടിക്കളയാനുമെല്ലാം ഇന്ന് വലിയ വെപ്രാളം മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുമായിരുന്നു. കർത്താവായ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയ ആ പട്ടാളക്കാരൻ്റെ ജാതി ഏതാണെന്ന് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ പേരിൽ ധാരാളം യുദ്ധങ്ങളും കൊലപാതകങ്ങളും ഇന്നും നടക്കുമായിരുന്നു എന്നുള്ളതാണ് സത്യം. കർത്താവായ യേശുവിനെ ക്രൂശിച്ച ആണിയുടെ
ഒരംശമെങ്കിലും ശേഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു വലിയ വില കൂടിയ മൂല്യമുള്ള ഒരു വസ്തുവായും അത് സൂക്ഷിക്കുന്ന സ്ഥലം വലിയൊരു തീർത്ഥാടന സ്ഥലമായും മാറുമായിരുന്നു. കർത്താവായ യേശുവിനെ അടക്കിയപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ക്രൈസ്തവ സമൂഹം മുഴുവനും ആ പ്രാർത്ഥന അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് എളുപ്പത്തിൽ കാര്യം കാണാൻ നോക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ വേദപുസ്തകം ഇതിനൊന്നും യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല. വേദപുസ്തകത്തിൽ കർത്താവായ യേശുവിൻ്റെ ക്രൂശുമരണം നടന്ന സമയമോ തൂക്കിയ മരമേതെന്നോ അതിന് വിലാപ്പുറത്ത് കുത്തിയ പട്ടാളക്കാരനാരെന്നോ അതൊന്നുമല്ല വേദപുസ്തകത്തിൽ പ്രാധാന്യം കൊടുത്തത്. ഒരേ ഒരു കാര്യമാണ്, അന്ന് ക്രൂശിക്കപ്പെട്ട ആ വ്യക്തി ആരാണ്. ആ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അത് ആരുടെ വിലാപ്പുറത്ത് നിന്നാണ് രക്തവും വെള്ളവും ഒഴുകിയത്? അവനെ അടക്കി. പക്ഷേ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ആ വ്യക്തി ആരാണെന്നുള്ളതാണ് വേദപുസ്തകത്തിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ചെയ്ത യാതൊരു അത്ഭുതവും കൊണ്ടുമല്ല മനുഷ്യന് ഭാവിയുണ്ടായത്. കർത്താവായ യേശുവിൻ്റെ മരണം മൂലമാണ്. അവൻ മരിച്ചതുകൊണ്ടാണ് മനുഷ്യർക്ക് ഭാവിയുണ്ടായത്. അതാണ് വേദപുസ്തകം പറയുന്നത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല എന്ന് പറയാനുള്ളതായ കാരണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. കാതലായ സത്യങ്ങൾ മാത്രം, വേറെ ഊഹാപോഹങ്ങളോ സംശയങ്ങളോ കലഹവിഷയങ്ങളോ ഭിന്നത വിഷയങ്ങളോ ഒന്നുമല്ല. ഒറ്റയ്ക്കൊരാളെ മാത്രം, കർത്താവായ യേശുവിനെ മാത്രം വേദപുസ്തകം ഉയർത്തി കാണിക്കുന്നു. അവൻ ഈ ഭൂമിയിൽ ജനിച്ചു, വളർന്നു, അവൻ ക്രൂശിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അത് രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം. ഈ വിശുദ്ധ വേദപുസ്തകം ഒരു തീപ്പെട്ടി നമുക്ക് പ്രയോജനപ്പെടുന്നത് എങ്ങനെയാണ്? ആ തീപ്പെട്ടിയുടെ ആ സൂക്ഷിച്ചിരിക്കുന്ന അതിൻ്റെ കൊള്ളിയെടുത്ത് ആ തീപ്പെട്ടിയുടെ സൈഡിൽ ഉരയ്ക്കുമ്പോൾ അതിനകത്തുള്ള ഫോസ്ഫറസിൻ്റെ അംശം കൊണ്ട് അത് തീ ഉണ്ടാകുന്നു, നമുക്കറിയാം. അപ്രകാരം തന്നെ ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ നാം വായിച്ച് നമ്മുടെ സ്വഭാവവുമായിട്ട് ആ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങളെയും കൽപ്പനകളെയും നാം തന്നെ താരതമ്യപ്പെടുത്തി നോക്കണം. ഒരു മനുഷ്യൻ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കരുത്, എങ്ങനെ ഇടപെടണം, എങ്ങനെ ഇടപെടരുത്, അവൻ്റെ വായിൽ കൂടെ വരാവുന്നത് എന്തെല്ലാമാണ്, എന്തെല്ലാം വായിൽ കൂടെ വരരുത്, അവൻ്റെ പണത്തോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കണം, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അവൻ്റെ ആരാധന എപ്രകാരമായിരിക്കണം, പ്രിയപ്പെട്ടവരെ അവൻ്റെ സ്വപ്നം എന്തായിരിക്കണം, അവൻ്റെ ജീവിതത്തിൽ പാടില്ലാത്തതായ മ്ലേച്ഛതകൾ എന്തെല്ലാമാണ്, ഇതെല്ലാം വേദപുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ മനോഭാവത്തെയും നമ്മുടെ ആക്ഷൻസിനെയും നമ്മുടെ റിയാക്ഷൻസിനെയും എല്ലാം നാം പരിശോധിക്കാൻ തയ്യാറായാൽ മാത്രമേ ഈ വിശുദ്ധ വേദപുസ്തകം നമുക്കൊരു പ്രയോജനമുള്ളതായ ഒരാധികാരിക ഗ്രന്ഥമായി മാറുകയുള്ളൂ. എപ്പോഴും നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഞാൻ ശരിയാണെന്നുള്ളതായ ധാരണ സ്വതവേ മനുഷ്യനുള്ളതാണ്. ഞാൻ ശരിയാണ്, ഞാൻ ശരിയായിട്ടാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ ശരിയായിട്ടാണ് എല്ലാം ഇടപെടുന്നത്, ഞാൻ ശരിയായിട്ടാണ് എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ആത്മീയ രംഗത്താണ് ഈ അബദ്ധധാരണ ഏറ്റവും കൂടുതലുള്ളത്. ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സകലരുടെയും ഉള്ളിൽ നിന്ന് ആദ്യം വരുന്നതായ ചിന്തയും പ്രവൃത്തിയും അവർ ശരിയാണെന്നുള്ളതാണ്. അവരിൽ യാതൊരു തെറ്റുമില്ല, അവരിൽ യാതൊരു കുറവുമില്ല. കാരണം അവർ മദ്യപിക്കാൻ പോകുന്നില്ല, വേണ്ട ദിനത്തിന് പോകുന്നില്ല, കൊലപാതകത്തിന് പോകുന്നില്ല. അതുകൊണ്ട് അവർ ശരിയാണ് എന്നുള്ളതായ ധാരണയാണ് ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന അധികം പേരിലും കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ വേദപുസ്തകം നമ്മളോട് കൽപ്പിക്കുന്നത് മറ്റൊന്നാണ്. അതുപോലെ ഒരു നിരാശ ചിന്തയുമുണ്ട് പലർക്കും. ആത്മീയ രംഗത്ത് ഞാൻ ശരിയാണെന്ന് പറയുന്നവരെ പോലെ തന്നെ അനേകരും ആത്മീയ രംഗത്ത് നിരാശരാണ്. ഞാൻ ശരിയല്ല, എൻ്റെ യാതൊരു കാര്യവും ശരിയല്ല, ഞാൻ രക്ഷപ്പെടില്ല,
ഞാൻ സ്വർഗത്തിലെത്തൂല, ഞാൻ നരകത്തിലേ പോവുള്ളൂ, കർത്താവ് എൻ്റെ പാപം ക്ഷമിച്ചിട്ടില്ല, കർത്താവിന് എന്നോട് പ്രസാദമല്ല എന്നുള്ളതായ നിരാശ ചിന്തയും അനേക വ്യക്തികളുടെയും ഉള്ളിൽ രൂഢമൂലമായിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകം നാം പരിശോധിച്ചാൽ ഇത് ശരിയായൊരു മനോഭാവമല്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-ാമത്തെ വാക്യം നാം വായിച്ചാൽ നമുക്ക് കാണാം, മനുഷ്യന് അങ്ങനെ ഒരു കഴിവില്ല. എന്ത് കഴിവില്ല എന്ന്? 17:9. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരു മനുഷ്യനും അവൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് തെറ്റായത് അറിയാനുള്ളതായ കഴിവില്ല. ഒരു മനുഷ്യനുമില്ലാതെ. കാരണം മനുഷ്യൻ്റെ ഹൃദയം കാപട്യമുള്ളതാണ്. എല്ലാറ്റിനേക്കാളും കാപട്യമുള്ളതാണ് മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ തന്നെ നോക്കിയാൽ ആ ഹൃദയം നിങ്ങളെ വഞ്ചിക്കുകയുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടേതായ മനോഭാവത്തോടു കൂടെ നോക്കിയാൽ ആ ഹൃദയം നിങ്ങളെ വഞ്ചിക്കുകയുള്ളൂ. എന്നാൽ ആ ഹൃദയത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവമേ, എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ കൊടുക്കണം. ആ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഞാൻ ശരിയെന്നങ്ങ് പറയുകയല്ല, ഞാൻ ശരിയെന്നങ്ങ് ധരിക്കുകയല്ല, എൻ്റെ ശരികളിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. കർത്താവേ, നീ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ നീ ശോധന ചെയ്യണം. അവിടെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ എന്ന്. മനുഷ്യൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യാൻ മറ്റൊരു മനുഷ്യന് കഴിവില്ല. ഒരാത്മീയൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യാൻ വേറൊരു ആത്മീയന് കഴിയില്ല. മനുഷ്യൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ഒരിക്കലും നാം ശരിയാണെന്നുള്ളതായ ഒരു പ്രമാണത്തിൽ മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. നിങ്ങൾ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന്, കർത്താവേ, എനിക്ക് കഴിവില്ല, എൻ്റെ ഹൃദയം ശരിയാണോ നേരാണോ അത് കാപട്യമുള്ളതാണോ എന്ന് നീ തന്നെ പരിശോധിച്ച് എൻ്റെ സത്യം എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഹൃദയത്തെ കാണുവാൻ തക്കവണ്ണം എൻ്റെ കണ്ണിന് പ്രകാശം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നെങ്കിലോ, നിങ്ങൾ ശരിയല്ല, നിങ്ങൾ സ്വർഗത്തിൽ പോവില്ല, നിങ്ങളുടെ പാപം ക്ഷമിച്ചിട്ടില്ല, ദൈവവുമായിട്ട് നിങ്ങൾക്ക് വിരോധത്തിലാണ് എന്ന് ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ അതിലും നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് തെറ്റായ ഒരു വിധിയാണ്. അതിനപ്പുറമാണ് ദൈവം. നമ്മുടെ ഹൃദയത്തിന് മുകളിലാണ് ദൈവം, അതിനപ്പുറമാണ് ദൈവം. യാഥാർത്ഥ്യമായത് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ജീവനുള്ള ദൈവമുണ്ടെന്നുള്ളതാണ് സത്യം. ഇന്ന് മാനസാന്തരപ്പെട്ട, യഥാർത്ഥമായി മാനസാന്തര അനുഭവമുള്ള ദൈവമക്കൾക്കറിയാം, ഒരു കാലത്ത് കാപട്യത്തിൻ്റെ പൊയ്മുഖമായിരുന്ന ഹൃദയം ഇന്ന് വലിയൊരു നിക്ഷേപമാണ്. ഇന്ന് ആ ഹൃദയം വലിയൊരു നിക്ഷേപമാണ്, ദൈവസന്നിധിയിൽ വലിയൊരു നിക്ഷേപമാണ്. കാരണം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വസിക്കുന്നു. ദുഷ്ടൻ അവിടെ വസിച്ചിരുന്നു, ഇന്ന് ആ ദുഷ്ടനെ മാറ്റി ദൈവാത്മാവ് ആ ഹൃദയത്തിൽ വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു കാലത്ത് വഴിതെറ്റിച്ചുകൊണ്ടിരുന്ന ഹൃദയം തന്നെ ഇന്ന് സത്യത്തിൽ നടത്തുന്നു, വിശുദ്ധിയിൽ നടത്തുന്നു, സ്നേഹത്തിൽ നടത്തുന്നു, സമാധാനത്തിൽ നടത്തുന്നു. ആ ഹൃദയം തന്നെ ഇന്ന് നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 30-ാമത്തെ വാക്യം. യേശു പുളിച്ചു വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായെന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു നിവൃത്തിയായി എന്നൊരു വാക്ക് പറഞ്ഞു. എല്ലാം നിവൃത്തിയായി എന്ന്. അതിൻ്റെ തന്നെ 17-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നുവെന്ന്. കുരിശുമരണത്തിന് മുമ്പും യേശു പറഞ്ഞു പ്രവൃത്തി തികച്ചുവെന്ന്. കുരിശുമരണത്തിൻ്റെ അവസാന ഭാഗത്ത് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞു, എല്ലാം
നിവർത്തിയായി എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് നിവർത്തിയായത്? ക്രിസ്ത്യാനികൾക്ക് എത്ര പേർക്ക് അറിയാമത്? എന്താണ് യേശുക്രിസ്തു നിവൃത്തിയായി എന്ന് ക്രൂശിൽ കിടന്ന് പറഞ്ഞ ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ ഒന്ന് ജനത്തെ ബോധവൽക്കരിക്കുക, ജനത്തെ പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ ഇന്ന് ആവശ്യമായിരിക്കുന്ന വചന ശുശ്രൂഷയും കൂട്ടായ്മ ഇതൊക്കെയാണ്. എന്താണ് നിവൃത്തിയായത്? കർത്താവായ യേശുവിൻ്റെ ഭൂമിയിലെ ജനനമെന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയുമായിരുന്നു. അത് മനുഷ്യൻ്റെ പ്ലാനും പദ്ധതിയുമല്ല. നമുക്കറിയാം, കന്യാമറിയാമിൻ്റെ ഉദരത്തിലാണ് യേശു ജനിക്കുന്നത്. കർത്താവായ യേശുവിൻ്റെ ജനനമെന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു കാര്യപരിപാടിയായിരുന്നു. കർത്താവായ യേശുവിൻ്റെ മരണവും ഈ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ അനിവാര്യമായൊരു ഭാഗമായിരുന്നു. അവൻ്റെ ജനനവും അവൻ്റെ മരണവും ജീവനുള്ള ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. അവൻ ജനിക്കണം, അവൻ കുരിശിൽ മരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സത്യമാണ് നാം ഉൾക്കൊണ്ടുള്ളത്. കാരണം എന്തായിരുന്നു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്? കർത്താവായ യേശു ജനിക്കുന്ന കാലത്തെ അവസ്ഥ, കർത്താവായ യേശു മരിക്കുന്നതിന് മുമ്പുള്ള മനുഷ്യൻ്റെ അവസ്ഥ, കർത്താവായ യേശു മരിച്ചതിന് ശേഷമുള്ളതായ മനുഷ്യൻ്റെ അവസ്ഥ, ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഭാഗ്യവാന്മാരായ നമ്മുടെ പിതാക്കന്മാർ, ശ്രീയാനി സഭയുടെ പിതാക്കന്മാർ മനോഹരമായ ചില ഗീതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് മരണത്തിന് മുമ്പ് മനുഷ്യൻ മനസ്സിലാക്കേണ്ട സത്യങ്ങളാണ് മരണാനന്തര ശുശ്രൂഷകളായും ഗീതങ്ങളായും ഇന്ന് ഉപയോഗിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നതായ ഗീതങ്ങളുടെ അർത്ഥവും അതിൻ്റെ പിന്നിലുള്ളതായ ആത്മീയ രഹസ്യങ്ങളും അവിടെ വായിക്കുന്ന പ്രാർത്ഥനകളും എന്താണെന്ന് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കേട്ടാൽ അതവന് ഏറ്റവും പ്രയോജനകരമാണ്. അത് മരണത്തിന് ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോഴാണ് അത് കേൾക്കേണ്ടത്. അതിലൊരു ഗീതം, ആ ഗീതത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ആദാമിൻ്റെ കാലം മുതൽ യേശുവിൻ്റെ മരണം വരെ എപ്രകാരമായിരുന്നു മനുഷ്യൻ്റെ അവസ്ഥ എന്നുള്ളത്, എപ്രകാരമായിരുന്നു മനുഷ്യൻ്റെ മരണം, എപ്രകാരമുള്ളതായിരുന്നു. യേശുവിൻ്റെ മരണത്തിന് ശേഷം മനുഷ്യൻ്റെ മരണം എപ്രകാരമുള്ളതാണ് എന്ന് രേഖപ്പെടുത്തുന്നതായ ഒരു ഗീതമുണ്ട്. ആ ഗീതം ഇപ്രകാരമാണ്: ആദമിലാരംഭിച്ചായതമായി മിശിഹായോളം മരണം നീണാളോടി, മിശിഹായ മരണത്തിനധികാരം ഒഴിവാക്കി, പാപത്തിൻ മുന നീക്കി, ഘോഷിക്കുന്നെല്ലാ തലമുറയും സ്കീപ്പായിന്മേൽ നേടിയതാം വിജയത്തെ. ആദമിൽ ആരംഭിച്ചു. എന്താണ് ആരംഭിച്ചത്? ആദാമിൻ്റെ കാലത്ത് എന്താണ് ആരംഭിച്ചത്? ആദാമിൻ്റെ കാലത്ത് മരണം ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, മരണം ആരംഭിച്ചു. ആ മരണം, ആദാമിൻ്റെ കാലത്ത് ആരംഭിച്ചതായ മരണം, മിശിഹായുടെ മരണം വരെ ആ മരണം, ആ ദീർഘകാലം മനുഷ്യനെ ബാധിച്ചിരുന്നു. ആദാമിൻ്റെ കാലം മുതൽ യേശുക്രിസ്തുവിൻ്റെ മരണം വരെ ആ മരണം മനുഷ്യനെ ബാധിച്ചിരുന്നു. അതിന് കാരണമായത് ആദാമിൻ്റെ പാപമാണ്. പാപം മൂലമുള്ളതായ മരണം ആദാമിൻ്റെ കാലം മുതൽ യേശുക്രിസ്തുവിൻ്റെ മരണം വരെ മനുഷ്യനെ ബാധിച്ചിരുന്നു. എന്നാൽ മിശിഹായ മരണത്തിന് അധികാരം, കർത്താവായ യേശുക്രിസ്തു ആ മരണത്തിൻ്റെ അധികാരം ഒഴിവാക്കി. കർത്താവായ യേശു മരണത്തിൻ്റെ അധികാരം ഒഴിവാക്കി, പാപത്തിൻ്റെ മുന നീക്കി. എന്ന് വെച്ചാൽ മനുഷ്യൻ പാപം ചെയ്ത് ആ പാപം ക്ഷമിച്ചു കിട്ടാത്ത അവസ്ഥയിൽ, ആ പാപത്തിന് മോചനം കിട്ടാത്ത അവസ്ഥയിൽ മനുഷ്യൻ മരിക്കുക എന്ന് പറയുന്നതായ ആ ദുർഗതി, ആ ദൗർഭാഗ്യം, അതാണ് പാപത്തിൻ്റെ മുനയെന്ന് പറയുന്നത്. പാപം ചെയ്തു പോകുക, അതിന് ക്ഷമ കിട്ടാതെ മരണത്തെ നേരിടേണ്ടി വരിക, അതാണ് പാപത്തിൻ്റെ മുന. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ മരണം ആ പാപത്തിൻ്റെ മുന മാറിപ്പോയി. കാരണം
ക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം ഇന്ന് ഏത് മനുഷ്യനും പാപമോചനമുണ്ട്, പാപക്ഷമയുണ്ട്, അവൻ്റെ പാപത്തിന് പരിഹാരമുണ്ട്. കർത്താവായ യേശുവിൻ്റെ രക്തം ഏത് മനുഷ്യൻ്റെയും ഏത് തരത്തിലുള്ളതായ പാപവും, എത്ര കഠോരമായ പാപവും കഴുകും. അവൻ്റെ മരണസമയത്ത് അവന് പാപമോചനം പ്രാപിച്ചവനായി മരിക്കാൻ ഇന്ന് സാധ്യമാണ്. ഇതാണ് ഘോഷിക്കേണ്ടത്, ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതാണ് ഉച്ചത്തിൽ ഘോഷിക്കേണ്ടത്, ഇതാണ് ഉറക്കെ പാടേണ്ടതായ പാട്ട്, ഇതാണ് ഉറക്കെ പ്രാർത്ഥിക്കേണ്ടതായ പ്രാർത്ഥന. ദേവാലയങ്ങളിൽ നിന്ന് മുഴങ്ങേണ്ട പ്രാർത്ഥന ഇതാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ സത്യമാണ് മനുഷ്യന് മനസ്സിലാകാതെ പോകുന്നത്. ബില്ലി ഗ്രഹാം ഇപ്രകാരം പറയും, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണം അടുക്കുമ്പോൾ പലരും ബില്ലി ഗ്രഹാമിനെ വിളിച്ച് ചോദിക്കും, ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന്, എന്താണ് സാറേ പ്രാർത്ഥിക്കേണ്ടതെന്ന്. അദ്ദേഹം പറഞ്ഞു കൊടുക്കും, 1 കൊരിന്ത്യർ 10:13 വാക്യം വായിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. എന്താണത്? മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തതിന് പിന്നിലുള്ളതായ അർത്ഥം എന്താണ്? മരണം എടുക്കുമ്പോൾ ഇത് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. എനിക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ, സഹിക്കാവുന്നതിനപ്പുറമല്ല മരണം. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു അനുഭവമാണ്, ഇതെനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു അനുഭവമല്ല. കാരണം ഒരു ദൈവമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. മരണത്തിൻ്റെ പിന്നിൽ ഒരു ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു, ഒരു ദൈവം അറിഞ്ഞിരിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ ആ സത്യം മനസ്സിലാക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കർത്താവായ യേശുവിൻ്റെ മരണം അവന് സഹിക്കാൻ കഴിയുന്ന മരണമായിരുന്നു. യേശുവിൻ്റെ മരണവും അതിവേദനയും യേശുക്രിസ്തുവിന് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. കാരണം അത് അവൻ്റെ നിയോഗത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അവൻ ഈ ഭൂമിയിലേക്ക് വന്ന നിയോഗത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അവൻ്റെ മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മരണം അവന് സഹിക്കാവുന്നതായിരുന്നു. ദൈവമക്കളെ, ഇത് നാം ഒന്ന് മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തുവിന് മരണം ഒരു ഭയവിഷയമല്ലായിരുന്നു. മരണം ഒരു ഭയവിഷയമല്ലായിരുന്നു. കാരണം മരണത്തിനപ്പുറം എന്തുണ്ടെന്ന് അവന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് കർത്താവായ യേശുവിന് മരണം സഹിക്കാവുന്ന വിഷയമായിരുന്നു. കർത്താവായ യേശുവിന് മരണം ഒരു ഭയവിഷയമല്ലായിരുന്നു. കാരണം മരണത്തിനപ്പുറം എന്താണെന്ന് അവന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇതെല്ലാം കർത്താവ് നമ്മളെയും പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം മരണം ഒരു അനിവാര്യ വിഷയമായിരുന്നു. ഇതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മരണം ഒരു അനിവാര്യ വിഷയമാണ്. മരണസമയത്ത് നമുക്കറിയാം, ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞ് അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തി അത് ഭൂമിയിലേക്ക് ജനിക്കുന്നു. അതാണ് ജനന ദിവസം എന്ന് പറയുന്നത്. മരണ ദിവസം എങ്ങനെയുള്ളതായിരിക്കണം? കർത്താവ് പഠിപ്പിച്ചു. ഈ ഭൂമിയിൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരു മനുഷ്യൻ അവൻ്റെ വീണ്ടും ജന്മത്തിന് ശേഷം ആത്മാവിൽ വളർന്ന് അവൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദിവസമായിരിക്കും അവൻ്റെ മരണ ദിവസം എന്ന് പറയുന്നത്. ഇപ്പോഴവരെ എത്ര കൃത്യമായും വ്യക്തമായും വേദപുസ്തകം ഇതെല്ലാം പഠിപ്പിക്കുന്നു. എത്ര ശാന്തമായും സൗമ്യമായും വേദപുസ്തകം ഇതെല്ലാം നമ്മളെ ഓർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന് മരണം ഒരു ഭയവിഷയമല്ലായിരുന്നു. അവന് സഹിക്കാൻ കഴിയുന്നതാൻ അപ്പുറം ആയിരുന്നില്ല. കർത്താവെ, എനിക്കും അത് സഹിക്കാവുന്നതാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ആ വാക്യത്തിലൂടെ നമ്മളെ ഓർപ്പിച്ചത്. സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഒരു പരീക്ഷയും ഒരു മനുഷ്യനും നേരിടുകയില്ല. വളർച്ച പ്രാപിച്ചൊരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുന്നത് പോലെ വീണ്ടും ജന്മം പ്രാപിച്ച വിശ്വാസികൾക്ക് ആത്മാവിൽ വളർന്ന് ദൈവരാജ്യത്തിലെത്താം. പ്രിയപ്പെട്ടവർ, ഇതാണ് ക്രിസ്തുവിൻ്റെ മരണം. ഇതാണ് കർത്താവായ യേശു നേടിത്തന്നതായ ആ രക്തം ചൊരിഞ്ഞിട്ടുള്ളതായ ആ മോചനത്തിൻ്റെ ആ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്. കർത്താവായ യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ കൊണ്ടല്ല, അവൻ്റെ ക്രൂശിലെ മരണം മുഖാന്തരമാണ് നമുക്ക് ഭാവി ഉണ്ടായത്.
ഈ വാക്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ എനിക്ക് എളുപ്പം, ഇത് ഉപദേശിക്കാൻ എനിക്ക് എളുപ്പം. പക്ഷേ സത്യത്തെ നേരിടുമ്പോൾ, യാഥാർത്ഥ്യത്തെ നേരിടുമ്പോൾ, മരണത്തെ നേരിടുമ്പോൾ നാം പതറിപ്പോകാതിരിക്കണമെങ്കിൽ നാം ഒരുക്കമുള്ളവരായിരിക്കണം, നാം ഒരുങ്ങുന്നവരായിരിക്കണം, നാം നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പാപം വാഴരുത്. നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരമോ നികളമോ പേർപറകവോ പോലും അരുത്. സ്ഥാനമോഹമോ പ്രിയപ്പെട്ടവരെ അധികാരമോഹമോ നമ്മുടെ ഹൃദയത്തിൽ വേരുപിടിക്കുക പോലും അരുത്. ദൈവം നമുക്ക് തന്നവരെ സ്നേഹിച്ചുകൊണ്ടും ദൈവം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും ജീവിതത്തിൽ പാപത്തിനിടം കൊടുക്കാതെ ഒരു വിശുദ്ധ ജീവിതം ജീവിച്ചുകൊണ്ടും അറിയാതെ പാപം വന്നുപോയാലോ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് നമുക്ക് പാപമോചനം പ്രാപിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനും ഈ ജീവിതത്തിൻ്റെ അവസാനം സമാധാന ദേശത്തേക്ക് പ്രവേശിക്കുവാനും നമുക്കിന്ന് സാധ്യമാണ്. ഇതാണ് കർത്താവായ യേശു നേടിത്തന്നതായ, അവൻ്റെ മരണം മൂലം നേടിത്തന്നതായ ആ സൗഭാഗ്യ ജീവിതം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ഒരു നിമിഷം നമുക്ക് തലവണയ്ക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുമ്പിലുള്ള മരണത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ ഭാരപ്പെടാതെ മുമ്പിലുള്ള മരണത്തെ സമചിത്തതയോടെ നേരിടുവാനും ഇതൊരു അനിവാര്യമായ വിഷയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് സമാധാനത്തോടിരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയം നിൻ്റെ മുമ്പിൽ പ്രകാശിക്കുവാറത്തക്കവണ്ണം അന്ധകാരം മാറ്റിത്തരണമേ. ഞങ്ങളുടെ ആകുലങ്ങൾക്ക് പരിഹാരം തരണമേ. പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഉത്തരം തരുമാറാകണമേ. ആമീൻ.